ഹലോ ഗൈസ്, രാവിലെ 9:30 നമ്മൾ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. നല്ല മഴയാണ് റോഡിലൊക്കെ. എൻ്റെ കാല് നനയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഇറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു. നാളെ നമ്മുടെ കസിൻ്റെ കല്യാണമാണ്, അപ്പം അങ്ങോട്ട് പോവുകയാണ്. രാവിലെ 7:45 ഇവിടുന്നുള്ള ബസ്സിന് പോകണം എന്നൊക്കെ വിചാരിച്ചാണ്. മഴ കാരണം പോകാൻ പറ്റിയില്ല. എന്തേ കണ്ടില്ലേ, ഇതുപോലെ വെള്ളക്കെട്ടൊക്കെ വന്നാൽ നമ്മൾ ആകെ കുടുങ്ങിപ്പോകും. ഈ കാലും വെച്ച് വെള്ളത്തിൽ ഇറങ്ങൽ നടക്കൂല. എങ്ങനെയോ കഷ്ടപ്പെട്ട് കാലൊന്നും നനയാണ്ട് അപ്പുറത്തെത്തി. അപ്പത്തേയും ബാബുക്കായി കാറും കൊണ്ട് വന്ന്. അച്ഛനും ബാബുക്കായും ഒക്കെ വയനാട്ടിലൊരു കല്യാണം ഉണ്ട്, അതിന് പോവുകയാണ്. അപ്പം ഞാനും വിഷ്ണു അതിൽ കയറി ഈങ്ങാപ്പുഴ ഇറങ്ങി. അവർ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത് പോയി. ഞങ്ങൾ നേരെ സ്റ്റാൻഡിലേക്ക് പോയി. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബസ് കിട്ടാൻ. അതല്ലേലും അങ്ങനെയാണ്, നമ്മളെങ്ങോട്ടേയും പോകാൻ നിൽക്കുമ്പോൾ നമുക്ക് പോകേണ്ട ഭാഗത്തേക്കുള്ള ബസ് വെച്ച് ബാക്കി എല്ലാ ബസ്സും വരും. അങ്ങനെ അവസാനം ഒരു ബസ് കിട്ടി, നമ്മൾ സ്ഥലത്തെത്തി. ഇവിടെ എല്ലാവരും ഉണ്ട്, അപ്പച്ചിമാരും എല്ലാവരും ഓരോ തിരക്കിലാണ്. വേറൊന്നുമല്ല, ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമുക്ക് പുടവ കൊടുക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതിന് മുമ്പായിട്ട് പണിയൊക്കെ തീർക്കാനുള്ള തന്ത്രപ്പാടിലാണ് എല്ലാവരും. പന്നലത്തെ പണി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണച്ചക്കനും പെണ്ണും. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയൊക്കെ എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഇറങ്ങി. വേറെ ഇങ്ങോട്ടല്ല, ഏട്ടൻ്റെ ഒരു കാർ എടുക്കാണ്ട്. അപ്പൊ കല്യാണ ആവശ്യത്തിനൊക്കെ അപ്പൊ അനിയനെയും വിളിച്ച് അങ്ങോട്ട് പോയി. അങ്ങനെ പോയി കാറൊക്കെ എടുത്ത് നമുക്കിനി ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ എന്റെ ചേച്ചീനെ കൂട്ടാൻ പോകണം.